മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനായി സഹായം ഒഴുകുകയാണ്. ഇതിനോടകം സാധാരണ ജനങ്ങളിൽ നിന്നും കമ്പനികളിൽ നിന്നും ഡിജിറ്റൽ പേയ്മെന്റിലൂടെ കോടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകർ അടക്കം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് കൈമേ മറന്ന് പ്രവർത്തിച്ച ഒരു അപൂർവ കാഴ്ചയായിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ടത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു K സുധാകരന്റെ നിലപാട്. ഇതിന് പിന്നാലെ K സുധാകരന്റെ നിലപാടിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവായ VD സതീശൻ അടക്കം രംഗത്ത് വന്നു. സർക്കാരിനെ വിമർശിക്കാനുള്ള സമയമല്ല ഇതെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയിലെ എത്രയോ പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതെന്നായിരുന്നു VD സതീശൻ പ്രതികരിച്ചത്. അതിനു പുറമെ എല്ലാ UDF MLA-മാരും ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും ഇന്നെത്തിയിരുന്നു. 50,000 രൂപയാണ് അദ്ദേഹം സംഭാവനയായി നൽകിയത്. തർക്കിക്കാനുള്ള സമയമല്ല ഇതെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭിന്നതകളും മാറുന്നു ഒരുമിച്ച് നിൽക്കണമെന്നും AK ആന്റണി പറഞ്ഞു. കുറെ ദിവസങ്ങളായി ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റായ K സുധാകരൻ സ്വീകരിച്ച നിലപാടിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഉയരുകയാണ്. മറ്റുള്ളവരിൽ നിന്നും വിഭിന്നമായ നിലപാട് സ്വീകരിച്ച K സുധാകരനെ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതിന് പുറമെ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്നു. അത് നേതാക്കൾ പരസ്യമായി തന്നെ അറിയിക്കുകയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയുമാണ്. രമേശ് ചെന്നിത്തല തന്റെ നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും അദ്ദേഹം K സുധാകരനെ പരസ്യമായി തള്ളിപ്പറയാൻ താല്പര്യപ്പെടാതെ തൊട്ടും തലോടിയുമുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. എന്നാൽ VD സതീശൻ, MM ഹസൻ, AK ആന്റണി അടക്കമുള്ള നേതാക്കൾ K സുധാകരൻ ഉന്നയിച്ച വിമർശനങ്ങളെയും വാദങ്ങളെയും പാടെ തള്ളിക്കളയുകയായിരുന്നു. AK ആന്റണി തന്റെ നിലപാട് വ്യക്തമാക്കുന്ന വീഡിയോ കാണാം. നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടത്തിന് സംഭാവന വിധികരാണ്. 1000 രൂപ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ പണ്ടത്തെ പോലെ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യത കഴിവില്ല. അതുകൊണ്ട് 1000 രൂപ കൊടുക്കും. അക്കൂടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇലക്ഷന് ശേഷം ആദ്യമായിട്ടാണ് മീഡിയ കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാടുണ്ടായത്. തൊട്ടടുത്ത വിലങ്ങാടും ദുരന്തമുണ്ടായി. രാഷ്ട്രീയം മറന്ന്, മറ്റ് ചിന്തകൾ മറന്ന് ഈ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ, ഒരുപാട് പേര് മരിച്ചുപോയി, എത്രയെന്ന് ഇപ്പോൾ അറിയത്തില്ല. അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായ സംഭാവന നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. MP ആയിരുന്ന അവസരത്തിൽ പഴയ പ്രളയത്തിനെല്ലാം ഞാൻ കൂടുതൽ പണം സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള ആ കഴിവില്ല. എന്നാലും ഇന്ന് 50,000 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും തന്നെ എല്ലാം മറന്ന് ഒരു തർക്കവുമില്ലാതെ പരമാവധി സംഭാവന ദുരിതാശ്വാസത്തിലേക്ക് നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.